ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് അമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ സർപ്രൈസ് ഒന്നും ആർക്കും കൊടുക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്ത കണ്ടിട്ടില്ല. നമ്മ തന്നെ പോയി കേക്ക് വാങ്ങും, നമ്മ തന്നെ തിന്നും, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്മയുടെ പിറന്നാളായിട്ട് അച്ഛൻ മറന്നുപോയി. അപ്പം ഞാൻ രാവിലെ തന്നെ വന്നിട്ട് ഞാൻ കുത്തിരിപ്പ് പോലെ ഞാൻ പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ ഡേ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഓർമ്മ വന്ന് അമ്മയ്ക്ക് അമ്മ എന്നെ പറഞ്ഞിരിക്കുകയും അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് ഒന്നും വാങ്ങി കൊടുത്തില്ല. ഒരു മുട്ടായി പോയി വാങ്ങിച്ചു കൊടുത്തില്ല. മീൻസ് അച്ഛൻ കടയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് ആരും വാങ്ങി തരണ്ട, എനിക്ക് ഇതിൻ്റെ വലിയ ആവശ്യമില്ല, അങ്ങനെയല്ല ആരും വാങ്ങി തരണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് ഞാനും ചേട്ടനും കടയിൽ പോകുന്നുണ്ട്. എനിക്ക് വയറുവേദനയായിട്ട് ഒരു സോഡ കുടിക്കാൻ. അപ്പോൾ അമ്മ ഞങ്ങൾ കാശിന്നിട്ട് എനിക്ക് കേക്കും മിഠായും വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോയപ്പോൾ ചേച്ചി പറഞ്ഞു കേക്ക് ഓർഡർ തന്നാലേ എടുക്കുന്നുള്ളൂ, അല്ലാണ്ട് ഉണ്ടാക്കി വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നൈസായിട്ട് സർപ്രൈസ് ആയിക്കാലോ എന്ന എൻ്റെ ബുദ്ധിയിൽ ഞങ്ങൾ സർപ്രൈസ് ചെയ്യാനായിട്ട് വരച്ചിട്ടില്ലേ സർപ്രൈസ് മുന്നിൽ സർപ്രൈസ് ചെയ്യാനായിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു ഒരു 7 മണി 6 മണി സമയത്ത് കേക്ക് സെറ്റാക്കി കോയിനെ ഞാൻ കൊല്ലും. കേക്ക് സെറ്റാക്കി വെച്ചോളൂ, വന്നെടുക്കാം. എന്നിട്ട് ഞങ്ങൾ മിഠായി മാത്രം വാങ്ങിച്ച് പോന്നിട്ട് പറഞ്ഞു മിഠായി മാത്രം കിട്ടുള്ളൂ, കേക്കൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചെറിയ വിഷമമായി. പക്ഷേ മിഠായി കിട്ടിയല്ലോ. ഞങ്ങൾ മിഠായി എല്ലാവരും കൂടി തിന്നു. അങ്ങനെ മിഠായി ഇങ്ങനെ തിന്നിരിക്കുന്നു. അപ്പോൾ കേക്കിന് 7 മണിക്ക് പോയിട്ട് സർപ്രൈസ് ആക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. ബലൂൺ തോരകമൊന്നുമില്ല, കാരണം അതിനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല. പിന്നെ അമ്മ തരുന്ന കാശിൽ നിന്ന് തന്നെ അടിച്ച് ഈ കോഴിൻ്റെ അല്ലാറം വിളിക്കാൻ നിൽക്കുന്ന. പിന്നെ അമ്മ തന്ന കാശിൽ നിന്ന് തന്നെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കാശ് എൻ്റെ ചേട്ടൻ്റെയിലും ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ഇനി വരാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് സർപ്രൈസ്. ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെ സർപ്രൈസ് ആരും ആയിട്ടില്ല. എൻ്റെ വീട്ടിലെല്ലാവരും ഞാനാണ് ഭയങ്കര ഓവറായിട്ട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നോ ഓക്കെ മുറിക്കാം ആ രീതിക്കാണ്. മീൻസ് അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ നീ വാങ്ങിച്ചോ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുറിക്കാൻ വയ്ക്കി അങ്ങനെയാകുമ്പോൾ പറയത്തുള്ളൂ. സർപ്രൈസ് എന്ന് എനിക്കറിയത്തില്ല. സോ നമുക്ക് നോക്കാം. ഐ തിങ്ക് സർപ്രൈസ് ആയാൽ മതി. എന്നാൽ എനിക്ക് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ കിട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ പൈസ ഞാൻ തൊപ്പിയുടെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് ചെറിയ ഒരു ഡൗട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ കേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മേനെ എങ്ങനെ സർപ്രൈസ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. അവിടെ ആദ്യം അമ്മ ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പം നമ്മൾ കൂടെ ഒഴിഞ്ഞു പോവുകയാണ്. അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. കേക്ക് അത് രാവിലെ ചുമ്മാ പറയല്ലേ, ഞങ്ങൾ രാത്രി ഓർഡർ ചെയ്ത്. അമ്മയുടെ ഒന്നാമത് പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല മുതലേള് പൊക്ക് കഴിക്കൂ.
ഷുഗറുള്ള മനുഷ്യനാണ്. അമ്മ കൊടുത്തിന് കൊതി പറ്റണ്ടെന്നൊക്കെ. കഴിക്കാം, അമ്മ കഴിക്കും. അതിലുള്ളൂ നമ്മുടെ സർപ്രൈസ് സക്സസ് ആയി. ഞാൻ തിന്നെ അന്ന് തന്നെ